കണ്ണൂരിലെ വിവാദമായ ഉമ്മൻചാണ്ടിയുടെ ശിലാഫലകം പുനഃസ്ഥാപിച്ച കോൺഗ്രസ് പ്രവർത്തകർ. പയ്യാമ്പലം സീ വ്യൂ പാർക്കിലെ ശിലാഫലകമാണ് പുനഃസ്ഥാപിച്ചത്. ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം മാറ്റി മുഹമ്മദ് റിയാസിന്റെ പേരെഴുതിയ ഫലകം സ്ഥാപിച്ചെന്ന് കോൺഗ്രസ് പരാതി നൽകിയിരുന്നു. പരാതിയിൽ നടപടി സ്വീകരിക്കാത്തതിനാലാണ് ഫലകം സ്ഥാപിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറയുന്നു. ടൂറിസം സെക്രട്ടറിക്ക് ഞങ്ങൾ മെയിൽ ചെയ്തു, കലക്ടർക്ക് മെയിൽ ചെയ്തു, DTP സെക്രട്ടറി ഇതുവരെയായി ഞങ്ങൾക്ക് ഇതിനൊരു മറുപടിയും ലഭിച്ചില്ല. അപ്പോൾ ഇന്ന് ഉമ്മൻചാണ്ടിയുടെ ചരമദിനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത് ഇവിടെ സ്ഥാപിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയാണ്. കാരണം ഇവർ അത് സ്ഥാപിക്കില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഇന്ന് മന്ത്രിയുടെ ആ സംസാരത്തിലൂടെ തന്നെ ഞങ്ങളിതൊന്നും എടുത്ത് എവിടെയും കടലിലെറിയുന്ന ടൈപ്പല്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു പരിഹാസ രൂപേണയാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങളുമായി നിഖിൽ അളവൂരുണ്ട്. നിഖിൽ, ഇവിടെ ശിലാഫലകം പുനഃസ്ഥാപിക്കുന്നതിലൂടെ പ്രശ്നങ്ങൾ അവസാനിക്കാനുള്ള സാധ്യതയാണോ അതോ പുതിയ പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള തുടക്കമായിരിക്കുമോ ഇത്? ഈ നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ശിലാഫലകങ്ങളും എല്ലാം തന്നെ വിവാദമായി നിൽക്കുന്നതിനിടയിലാണ് കണ്ണൂരിൽ ഇന്നലെ ഇത്തരത്തിലൊരു വിവാദം കൂടി കോൺഗ്രസ് ചർച്ചയാക്കിയത്. കണ്ണൂർ പയ്യാമ്പലം ഗസ്റ്റ് ഹൗസിനോട് ചേർന്ന CV പാത്വേയും ഒപ്പം തന്നെ സീ വ്യൂ പാർക്കും, ഈ രണ്ട് പാർക്കുകളുടെ ഉദ്ഘാടനം 2015 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ നിർവഹിച്ചതാണ്. അന്ന് സ്ഥാപിച്ച ശിലാഫലകം അത് മാറ്റി 2022 നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഹമ്മദ് റിയാസിന്റെ പേരിലുള്ള പുതിയ ശിലാഫലകം സ്ഥാപിച്ചു എന്നതായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. അത് മാത്രമല്ല, ഈ ശിലാഫലകങ്ങൾ ഉമ്മൻചാണ്ടിയുടെ പേരുള്ള ശിലാഫലകം അവിടെ നിന്ന് മാറ്റി വെച്ചു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇത് ഇന്നലെ വലിയ വിഷയമാക്കി മാറ്റുകയും ചെയ്തു. വിഷയത്തിൽ ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിക്കുകയും ചെയ്തു. അത്തരത്തിലൊരു സമീപനം സർക്കാരിനില്ല എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത്. മാത്രമല്ല, അതിൽ അന്വേഷണം റിപ്പോർട്ട് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ തന്നെ DTPC സെക്രട്ടറിക്കും ഒപ്പം തന്നെ കണ്ണൂർ ജില്ലാ കളക്ടർക്കും കോൺഗ്രസ് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ ഈ സമയമായിട്ടും നടപടി ഇല്ലാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും എത്തി അവർ തന്നെ ഈ കവാടത്തോട് ചേർന്ന് ശിലാഫലകം സ്ഥാപിച്ചത്. DTPCയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നോ ഇത് പുനഃസ്ഥാപിക്കാനുള്ള നടപടി ഉണ്ടാകില്ല എന്ന് കരുതിയാണ് തങ്ങൾ, അങ്ങനെ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് തങ്ങൾ തന്നെ നേരിട്ട് ഈ ശിലാഫലകം സ്ഥാപിക്കുന്നത് എന്നുകൂടി കോൺഗ്രസ് നേതാക്കൾ പറയുകയാണ്. ശരി നിഖിൽ.